ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ അമ്മയുടെ വീട്ടിലൊക്കെ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അന്നത്തെ ദിവസം എല്ലാവരും അവിടെ ഒത്തുകൂടിയൊരു ദിവസമായിരുന്നു. അപ്പോൾ അമ്മമ്മയൊക്കെ മരിച്ചു. അപ്പോൾ മരിച്ചതിന് ശേഷം ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടിയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. ഇപ്പോൾ മക്കളും ചെറുമക്കളും പേരക്കുട്ടികളും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ലപ്പോഴും കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതല്ലേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറന്ന എല്ലാവരും പല വഴിക്കായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്താണ് നമ്മളെല്ലാവരും ഒക്കെ ഒന്ന് ഒത്തുകൂടുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ. അത് മാക്സിമം നമ്മൾ എല്ലാവരും ഒരു വീട്ടിൽ ഒത്തുകൂടാൻ നോക്കണം. തറവാട് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അമ്മയുടെ വീട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം. അപ്പോൾ രാവിലത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ അടുപ്പിലൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ കറങ്ങാനൊക്കെ ഒന്ന് പോവും. അങ്ങനെ ഇടവഴികളും നിറയെ മാങ്ങയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇത് കോട്ടയ്ക്കൽ സ്ഥലത്താണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇടവഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മാങ്ങയൊക്കെ ഉണ്ട്. മാങ്ങയൊക്കെ പറിച്ച് ഞങ്ങൾ ഉപ്പൊക്കെ കൂട്ടി ഇങ്ങനെ മുളകൊക്കെ തിരുമ്പിയിട്ടുണ്ടല്ലോ ഒരു കഴിക്കൽ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളെ ചെറിയ കുഞ്ഞുവാവയാണ്. ചെറിയമ്മേൻ്റെ മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ മാവുമെന്ന് നിറയെ മാങ്ങുണ്ട്. അപ്പോൾ അവൾക്ക് കുലുക്കി ചാടിക്കുകയാണ്. ഞങ്ങളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ മാങ്ങ പിന്നെ എല്ലാവർക്കും ഉള്ളതാണല്ലോ അല്ലേ. പ്രത്യേകിച്ച് ഇന്ന ആളതെന്നൊന്നുമില്ല. മാങ്ങയും ചക്കയൊക്കെ പിന്നെ എല്ലാവർക്കും പറിക്കാം. അപ്പോൾ അതൊക്കെ പറിച്ച് ഞങ്ങൾ ഉപ്പും മുളകും ഒക്കെ കൊണ്ട് പോവുകയാണ്. അവിടെ കുറച്ച് ദൂരെയായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, നിറയെ കുപ്പിച്ചില്ലൊക്കെയാണ് മതിലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇതൊരു ഭാഗം ആര്യവതിശാലേൻ്റെ തൊടിയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഇൻട്രസ്റ്റിങ്ങിലാണ്. മുളക് പൊടിയൊക്കെയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കൊണ്ട് പോവുകയാണ് എല്ലാവരും. വെള്ളവും ഒക്കെ റെഡി ആയിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടില്ലേ പോണത്. അപ്പോൾ അവിടെ ഒരു തൊടിയിലൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയിരുന്നിട്ടാണ് പരിപാടിയൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള കൂടിച്ചേരലുകളൊക്കെ നമ്മൾ മാക്സിമം ഈ വെക്കേഷൻ കാലത്ത് മാത്രമാണ് നടക്കുകയുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് പോകുക എന്നല്ലാതെ അങ്ങനെ എല്ലാവരും ഒത്തുകൂടലൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ വരുന്ന തലമുറയ്ക്കൊക്കെ പരസ്പരം ഒരു സഹകരണവും ഷെയറിങ്ങും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും ഒരുമിച്ച് കിടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മൾ ഒരു പ്രചോദനമാണ് ഇതുപോലത്തെ ഒരു കൂടിച്ചേരൽ എന്ന് പറഞ്ഞാൽ. മറ്റേത് ഒറ്റയ്ക്ക് ഓരോ വീട്ടിലും 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒത്തുകൂടി 1-2 ദിവസം നിൽക്കുമ്പോഴേക്കും ഇവർ പരസ്പരം അടുക്കാനും ഒരുമിച്ച് കിടക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെ പഠിക്കും. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടുപ്പാണ്. കുട്ടികളെ സംബന്ധിച്ച് അതേറെയാണ്. അവർക്ക് കുട്ടികളികൾ കളിക്കാനും ഒക്കെ കുട്ടികൾ ഒരുമിച്ചാകുമ്പോഴാണ് അവർക്ക് കളിക്കാനൊക്കെ പറ്റുന്നുള്ളൂ. ഒരു കുട്ടിയൊക്കെ ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കളിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ടോയ്സൊക്കെ വെച്ച് കളിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് കളിക്കാനൊന്നും ആരും ഇല്ലല്ലോ. പിന്നെ അയൽവക്കത്തെ വീട്ടിലൊക്കെ പോയി കളിക്കണം. അതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നുമില്ല. അപ്പോൾ എത്ര എരിവുള്ള മാങ്ങയാണെങ്കിൽ ആ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതെന്തൊരു രസമാണല്ലേ. മുളക് പൊടിയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പാണ്. ഇപ്പോൾ കുറേ വീടുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കാറൊക്കെ ഈ ഒരു സൈഡിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പം അമ്മമ്മയ്ക്ക് കുറേ കാലമായിട്ട് 1 കൊല്ലത്തോളം വയ്യാതൊക്കെ കിടപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങളെ അമ്മമ്മ ഞങ്ങളെ വിട്ട് വേർപെട്ട് പോയി. അതിൻ്റെ ഒരു വിഷമം കുറച്ചൊന്നല്ല ഉള്ളത്. അത്രയ്ക്കും വേദന ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഇതിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. സമയമെടുത്താൽ ആർക്കാണെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് പലതരം കളികളാണ്.
കുട്ടികളെ കളികൾക്ക് പുറമെ വലിയവരും ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചോറുണ്ണലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊന്നുമില്ല, കളി തന്നെയാണ്. അപ്പോൾ ഉറങ്ങേണ്ട കാര്യമോ കിടക്കേണ്ട കാര്യമൊന്നും ആരോടും പറയുക വേണ്ട. കളി 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 എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെറിയ കുഞ്ഞു വാവയാണ് കേട്ടോ അത്. ഞങ്ങളെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞു വാവയാണ്. അപ്പൂസ് എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ നല്ല അടിപൊളിയായി പോയി. ഇത് ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.